ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ കുട്ടികളെ, നമ്മള് പുതിയൊരു വർഷത്തില് പുതിയൊരു ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എന്ത് നല്ല കാര്യം തുടങ്ങും മുമ്പ് നമ്മള് നന്നായിട്ട് പ്രാർത്ഥിക്കണം, അല്ലെ? അപ്പൊ നമ്മള് ചെറിയ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് മനസ്സിൽ പ്രകാരം പ്രാർത്ഥിക്കുക. ഈശോയെ, നീ എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ഈ വർഷം ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഏറ്റവും നല്ല കുട്ടികളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ പുസ്തകം കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് 9ാം ക്ലാസ്സിന്റെ പുസ്തകം, ക്രിസ്തീയ ജീവിതം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. പുതിയ പുസ്തകമുള്ളവർ അങ്ങനെ സംഘടിപ്പിക്കുക, അല്ലാത്തവർ പഴയ പുസ്തകമായാലും നിങ്ങളുടെ ചേച്ചിമാരുടെയോ ചേട്ടന്മാരുടെയോ കയ്യിൽ നിന്ന് സംഘടിപ്പിക്കുക, അത് മതിയാവും. അപ്പൊ 9ാം പാഠത്തിലെ ഒന്നാം പാഠം ദൈവവിളി എന്നാണ് ഈ ലെസന്റെ പേര്. 1ാമത്തെ ലെസണാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. ദൈവവിളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ വിളികളെ കുറിച്ച്, അല്ലെ? ഒരുപാട് വിളികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വിളിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസിന്റെ ആമുഖമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എങ്ങനെയായിരുന്നോ ആ ഒരു ക്ലാസ്സിലേക്ക് അന്ന് കൂട്ടിക്കൊണ്ടുപോകണം, പഴയ ക്ലാസ്സിലേക്ക്. ഓക്കെ, അരുണാണ് ലീഡർ എന്ന് വിചാരിക്കുക. അപ്പൊ അരുൺ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്ലാസിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുവാൻ വേണ്ടി അരുൺ വലിയൊരു കലാകാരനാണല്ലോ. അപ്പോ ക്ലാസ് റൂമിൽ വന്ന് രാവിലെ തന്നെ പുള്ളി തുടങ്ങിയാണ്. അവിടെ തോരണം ഒട്ടിക്കുന്നു, ഹാപ്പി ക്രിസ്മസ് എഴുതി ഒട്ടിക്കുന്നു, ക്ലാസ് ക്രമീകരിക്കുന്നു, എല്ലാം വൃത്തിയാക്കി വേണ്ടത് സാധനങ്ങൾ വേണ്ടടുത്ത് വയ്ക്കുന്നു, എല്ലാവരുടെയും കസേരകളെല്ലാം ക്രമീകരിച്ചിട്ടു. ഇതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ അരുണൊന്ന് അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. അരുൺ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ ക്ലാസ്സിലെ കുറച്ച് പിള്ളേരുണ്ടല്ലോ, നമ്മുടെ തല്ലിപ്പൊളികൾ എല്ലാം കൂടെ ഈ ക്ലാസ് അരുൺ ഒട്ടിച്ചു വെച്ച സാധനങ്ങളെല്ലാം വലിച്ചു കീറിയിട്ട് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മറിച്ചിട്ട് തിരിച്ചിട്ട് പേപ്പറുകൾ കീറി അവിടെ മുഴുവൻ വിതറി തോരണങ്ങൾ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറി ഞാപ്പാട് വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു ക്ലാസ്. ഇത് കാണുമ്പോൾ അരുൺ ആദ്യം എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ ആക്കിയിട്ടിച്ച് പോയ ക്ലാസ് ആണ്, ഇതേ കിടപ്പ് കണ്ടില്ല, അല്ലെ? പിന്നെ എന്ത് ചെയ്യും അരുൺ? വിഷമിച്ചെങ്കിലും നമുക്ക് പരിപാടി നടത്തണമല്ലോ. അതുകൊണ്ട് പിന്നെ ഓരോരുത്തരെ വിളിക്കും. എമിലി, ഇഷേ, എടാ എഡ്വിനെ, അനീഷ, ഒന്ന് സഹായിക്കും. നമുക്ക് ക്ലാസ് ഒന്ന് പഴയ പോലെ ആക്കിയിടാം. സാറ് വരും മുമ്പ് ഒന്ന് പഴയ പോലെ ആക്കിയിട്ടില്ല, നമുക്കാണ് മോശം. അങ്ങനെ അരുൺ പറഞ്ഞത് കേട്ട്, അരുൺ വിളിച്ചത് കേട്ട് കുറച്ച് കുട്ടികൾ, എല്ലാവരും വിളിച്ചവരെല്ലാരും ചെല്ലത്തില്ല, നല്ലവരായ കുറച്ച് കുട്ടികൾ ചെന്നിട്ട്, നമ്മുടെ ക്ലാസ് എല്ലാവരും നല്ലവരാണ് കേട്ടോ, ക്ലാസ് പഴയ പോലെ ഒന്നുകൂടി ക്രമീകരിച്ച് ഇടുന്നു. ഈ ഒരു സീൻ നിങ്ങൾ മനസ്സിൽ വെച്ചേക്ക്. ബാക്കി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നു കഴിഞ്ഞ് ഞാൻ ഇതിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ ദൈവവിളിയെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങളെ പലരും വിളിക്കാറുണ്ട്, അല്ലെ? ഞാൻ വിളിക്കാറുണ്ട്, നിങ്ങളുടെ കൂട്ടുകാർ വിളിക്കാറുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ വിളിക്കാറുണ്ട്. എല്ലാവരും പല പല കാര്യങ്ങൾക്കാണ് നിങ്ങളെ വിളിക്കാറുള്ളത്. നിങ്ങളെ പേര് ചൊല്ലി വിളിക്കാറുണ്ട്, അല്ലെ? സാനിയെ എന്ന് വിളിക്കാറുണ്ട്, നിധിനെ എന്ന് വിളിക്കാറുണ്ട്, അരുണെ, തോമസെ, അങ്ങനെ പല പേരുകളിലാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ എന്തിനാണ് വിളിക്കുന്നത് അത് അറിയണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിളിക്കുന്നതിന് പ്രത്യുത്തരം കൊടുക്കണം. എപ്പോ വിളിച്ചാലും ആരെന്ത് വിളിച്ചാലും എന്തോ ഒന്ന് വിളി കേട്ടിട്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ വിളിച്ച ആള് വിളിച്ച കാര്യം പറയും. ഞാനാണെങ്കിൽ പഠിച്ചോന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ നോട്ട് എഴുതിയോന്ന് ചോദിക്കാനോ ആയിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ എന്തെങ്കിലും പേനയോ പെൻസിലോ ഒന്ന് കടം കൊടുക്കാനായിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കളാണ് വിളിക്കണമെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ജോലികൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഒരു ഇച്ചിരി വെള്ളം എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് പച്ചക്കറി എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാനോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾ എന്ത് വിളിച്ചാലും നിങ്ങൾ എന്തോ ഒന്ന് പ്രത്യുത്തരം നൽകിയിട്ട് വിളിച്ച കാര്യം അന്വേഷിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, അല്ലെ? കൊടുക്കാറുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സാധിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളെ വിളിക്കാറുണ്ട്, പലരും വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു വിളി. ഇനി ദൈവം നമ്മളെ വിളിക്കാറുണ്ട്.
ദൈവം മനുഷ്യനെ വിളിക്കാറുണ്ട്, പേരെടുത്ത് വിളിക്കാറുണ്ട്. പല സാഹചര്യങ്ങളിലും പല സമയങ്ങളിലും പല അവസ്ഥകളിലും പല ആവശ്യങ്ങൾക്കും ദൈവം നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ വിളിയെ കുറിച്ചാണ്, ദൈവം ഇങ്ങനെ വിളിക്കുന്നത് എന്തിന് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ദൈവം എന്തിനാണ് വിളിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ അല്പം പുറകോട്ടൊന്ന് സഞ്ചരിക്കണം. പുറകോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. പുറകോട്ട്, നമ്മുടെ ചിന്തകൾ പുറകോട്ട് നമ്മൾ കടത്തി വിടുക. എത്രത്തോളം? ഉൽപ്പത്തിയോളം. പ്രപഞ്ച സൃഷ്ടി, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഉൽപ്പത്തിയോളം നമ്മൾ പുറകോട്ടൊന്ന് സഞ്ചരിക്കുക. ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് ഉൽപ്പത്തി പുസ്തകം വായിച്ചാലും മതി, കുഴപ്പമില്ല. അപ്പൊ നമ്മളൊന്ന് ഉൽപ്പത്തിയിലേക്കൊന്ന് കടക്കുകയാണ്. അപ്പൊ ഉൽപ്പത്തി, ദൈവം എങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല, വായിക്കുന്നില്ല. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാഴ്ച അല്ലെ, ദൃശ്യം മനസ്സിൽ താങ്ങി നിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ വീഴുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ താങ്ങി നിൽക്കുമെന്നാണ് പറയാം. നമ്മുടെ ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ. In the beginning, God created the heavens and the earth. The earth was empty, formless, and dark. But the Spirit of God was there. On the first day, God said, "Let there be light." And God saw that the light was good. Then He separated the light from the darkness. God called the light day and the darkness night. On the second day, God said, "Let there be a space to separate the waters of the heavens from the waters of the earth." God called the space sky. On the third day, God said, "Let the waters beneath the sky flow together into one place, so dry ground may appear." God called the dry ground land and the waters seas, and God saw that it was good. Then God said, "Let the land sprout with every sort of plant and tree." And God saw that it was good. On the fourth day, God said, "Let lights appear in the sky to separate the day from the night." God made two great lights, the sun for the day and the moon for the night. He also made the stars. God set these lights in the sky to light the earth, and God saw that it was good. On the fifth day, God said, "Let the waters swarm with fish and other life. Let the skies be filled with birds of every kind." And God saw that it was good. On the sixth day, God said, "Let the earth make every sort of animal." God made all sorts of wild animals, livestock and small animals, each able to have babies of the same kind. And God saw that it was good. Then God said, "Let us make man in our image, to be like us." So God created man in His own image. He formed man from the dust of the ground. He breathed the breath of life into man, and a man became alive. Then He saw that the man needed a helper, so God put man into a deep sleep, and while he slept, God took one of the man's ribs. Then God made a woman from the rib and brought her to the man. Hello. Hi. Then God blessed them and said, "Be fruitful and multiply. Fill the earth and rule over it. Rule over the fish in the sea, Hello, Will. the birds in the sky, Hello, bird. and all the animals that scurry along the ground." Then God said, "Look, I have given you every plant throughout the earth, and all the fruit trees for your food, and I have given you every green plant as food for all the animals." Then God looked over all He had made, and He saw that it was very good. So the creation of the heavens and the earth and everything in them was done. So on the seventh day, God rested from all His work, and God blessed the seventh day and said it was holy. ദൈവം എത്ര
എത്ര മനോഹരമായിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എത്ര സൂക്ഷ്മതയോടുമാണ് ആ പ്രപഞ്ചത്തെ ക്രമീകരിച്ചത്. എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്ന് ദൈവം മുൻകൂട്ടി കണ്ട് അവിടെയൊക്കെ അതൊക്കെ പ്രതിഷ്ഠിച്ച് പെർഫെക്റ്റ് ആക്കി. അല്ലെ, ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ് പെർഫെക്റ്റ്. മനുഷ്യൻ ഒരിക്കലും ഈ പെർഫെക്റ്റ് എന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ പൂർണ്ണതയുള്ളൂ. അതായത് പെർഫെക്റ്റ് എന്ന അവസ്ഥയിലേക്കാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ച ശേഷം അത് ആരെയാണ് ഏൽപ്പിച്ചത്? മനുഷ്യനെ, നശിപ്പിന്റെ സന്തതിയായ മനുഷ്യനെയാണ് ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് കൈമാറിയത്. മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യന്റെ സ്വഭാവം അറിയല്ല, അവന് ആർത്തിക്കാരനാണ്, അസൂയക്കാരനാണ്, എത്ര കിട്ടിയാലും മതിയാകാത്തവനാണ്, നശിപ്പിന്റെ സന്തതി. അല്ലെ, ഇവൻ മനുഷ്യൻ എന്ത് ചെയ്തു? പ്രകൃതിയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, എങ്ങനെയൊക്കെ താറുമാറാക്കാം, എങ്ങനെയൊക്കെ തവിട് പൊടിയാക്കാം, എങ്ങനെയൊക്കെ തകിടം മറിക്കാം, അതിന്റെ സന്തുലിതാവസ്ഥ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അതൊക്കെ മനുഷ്യൻ ചെയ്തു. ദൈവം വളരെ പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യനെ ഏൽപ്പിച്ച പ്രപഞ്ചത്തിന്റെ താളക്രമം മനുഷ്യൻ തെറ്റിച്ചു കളഞ്ഞു. അത്രയ്ക്ക് നല്ല പ്രവൃത്തിയാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയത്, നശിപ്പിച്ച് നാരണക്കല്ലാക്കി. അതായത് കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു മനുഷ്യന്റെ കയ്യിലേക്ക് ദൈവം ഈ പ്രപഞ്ചത്തെ കൊടുത്തു. ചെറിയ ഒരു ഉദാഹരണത്തോടെ നിങ്ങൾക്ക് പറഞ്ഞത്, നമ്മുടെ എമിലിയ അല്ലെ, നല്ല ഒരു കലാകാരിയാണ്. എമിലിയ ഒരു മുല്ല നട്ടു. മുല്ല താലോലിച്ച് വളർത്തി മുല്ലപ്പൂക്കൾ ഉണ്ടായി. ആ മുല്ലപ്പൂക്കൾ വളരെ വേദനയോടെ പറിച്ചെടുത്ത് നല്ല സുന്ദരമായ ഒരു മാല കോർത്തുണ്ടാക്കി നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നു. എമിലിയക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ആൻമരിയ എ പോൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആൻമരിയ എ പോളിന് നമ്മൾ ഈ എമിലിയ ഈ മുല്ലപ്പൂമാല അങ്ങനെ സമ്മാനമായിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്റെ അടുത്തുനിന്ന് മൊബൈലും വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോയിരുന്നു. എമിലിയ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ആൻമരിയ എ പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കി, ആ മാല പിച്ചിക്കീറി കൂട്ടി വെച്ചിരിക്കാം. നൂല് പൊട്ടിച്ച് മറ്റൊരു സ്ഥലത്തും കൂട്ടി വെച്ചിരിക്കും. എന്നിട്ട് വളരെ എന്തോ വലിയ കാര്യം സാധിച്ച പോലെ എമിലിയെ നോക്കിച്ചിരിക്കുന്നു. എമിലിയക്ക് എന്താ തോന്നുന്നത്? സന്തോഷം കൊണ്ട് മതി മറക്കുവോ എമിലിയ? ഇല്ല. പിന്നെന്ത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചല്ലേ എമിലിയൊക്കെ ആൻമരിയനെ കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് എ പോൾ എടുത്ത് അടിക്കാൻ ഓടിച്ചിട്ട് അടിക്കും അല്ലെ. അതായത് എമിലിയക്ക് കൊല്ലാള ദേഷ്യം ഉണ്ടാവും. ദൈവത്തിനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. താൻ സൃഷ്ടിച്ച് മനുഷ്യനെ നോക്കാൻ ഏൽപ്പിച്ച, മനുഷ്യന് സമ്മാനമായിട്ട് കൊടുത്ത ഈ പ്രപഞ്ചത്തെ മനുഷ്യൻ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിരിക്കുന്നു. ഇത് കണ്ടിട്ട് ദൈവത്തിന് കൊല്ലാനുണ്ടായ ദേഷ്യമുണ്ടായത്, കൊല്ലാനുള്ള ദേഷ്യം, മനുഷ്യനെ കൊല്ലാനുള്ള ദേഷ്യം. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ബൈബിൾ എടുക്കുക. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നത്. ദൈവം എന്താണ് ചിന്തിച്ചത് എന്നാണ് കേട്ടോ. ഓത്തോ ഇതറിയാലോ. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം ദുഃഖിച്ചു, പശ്ചാത്തപിച്ചു. വേണ്ടായിരുന്നു എന്ന് ദൈവം ചിന്തിച്ചു പോയി. ഈ ഒരു സാധനത്തിനെ ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ദൈവം ചിന്തിച്ചു. അതുപോലെ ദൈവം മനോഹരമായി സൃഷ്ടിച്ച് കൈമാറിയ പ്രപഞ്ചത്തെ മനുഷ്യൻ നശിപ്പിച്ചു കൊന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചിന്തിച്ചത്. ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. ആരെ? മനുഷ്യനെയും സകല ജന്തുക്കളെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. പക്ഷെ ദൈവം മനുഷ്യനെ പോലെയല്ല. ദൈവം കരുണാമയനാണ്, ദൈവം ക്ഷമാശീലനാണ്. അതൊക്കെ കൊണ്ട് ദൈവത്തിന് ഇവയൊന്നും നശിപ്പിക്കാൻ തോന്നിയില്ല. വീണ്ടും നമ്മുടെ അരുൺ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ലീഡറായ അരുൺ ആദ്യം ചെയ്തതുപോലെ ക്ലാസ് തല്ലിപ്പൊളിച്ച് കളയാനുള്ള അരുൺ ശ്രമിച്ചത് വീണ്ടും അത് പുനഃക്രമീകരിക്കുവാനാണ്. അതുപോലെ ദൈവവും തീരുമാനിച്ചു, ഞാൻ ഈ പ്രപഞ്ചത്തെ, ഈ മനുഷ്യൻ നശിപ്പിച്ച പ്രപഞ്ചത്തെ പുനഃക്രമീകരിക്കും. അപ്പൊ അതിന് ദൈവത്തിനെ സഹായിക്കാൻ ആൾക്കാർ വേണം. ഭൂമിയിൽ നിന്ന് തന്നെ ആൾക്കാർ വേണം.
അതുകൊണ്ട് ദൈവം പലരെ, അതായത് നല്ല മനുഷ്യരെ, നല്ല മനസ്സുള്ളവരെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരെ, അല്ലെങ്കിൽ ദൈവത്തിന് നല്ലതെന്ന് തോന്നിയവരെ ദൈവം വിളിച്ചു. ഒരുപാട് പേരെ വിളിച്ചു ദൈവം. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി ദൈവരാജ്യം സ്ഥാപിക്കുക. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്, ദൈവത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ വിളിച്ചത്. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എങ്ങനെ ആയിരിക്കണമായിരുന്നു? ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ യേശുവിനെ പോലെ ആകണം. എങ്ങനെയാണ് യേശു? ശത്രുവിനെ പോലും സ്നേഹിച്ചു, അല്ലെ? അപ്പൊ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ യേശുവിനെ പോലെ ശത്രുവിനെ പോലും, മിത്രത്തെയും ശത്രുവിനെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സാമൂഹിക നീതി നടപ്പിലാക്കുവാനും കരുണ കാണിക്കുവാനും നല്ല രീതിയിൽ ജീവിക്കുവാനും ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളവരാണ്. ഇനി നമുക്ക് ദൈവവിളി ശ്രവിച്ച, ദൈവവിളി കേട്ട, ദൈവവിളി ലഭിച്ച ചിലരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ അബ്രഹാമിനെയാണ് കാണാൻ പോകുന്നത്. അബ്രഹാം ആരായിരുന്നു? അബ്രഹാം അതായത് ഹെബ്രായർ എന്ന് പറയുന്ന ഒരു ജനമുണ്ട്. നാടോടികളായിരുന്നു. നാടോടികളായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, നമ്മളിവിടെ പാണ്ഡ്യകൾ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളായിരുന്നു ഹെബ്രായർ. കാണുന്ന സ്ഥലത്ത് പോവും, അവർ കാണുന്ന സ്ഥലത്ത് താമസിക്കും, പിന്നെ അവിടുന്ന് സഞ്ചരിക്കും. ഇങ്ങനെ അലഞ്ഞു നടന്നിരുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു ഹെബ്രായർ. അവരെ ഒരുമിച്ച് കൂട്ടി ഒരു സമൂഹമായി മാറ്റുകയും അവരെ ദൈവത്തിങ്കിലേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്ന വാഗ്ദാനം ലഭിച്ച് ദൈവത്തിങ്കിലേക്ക് നയിക്കുകയും ചെയ്ത് ദൈവജനമാക്കിയ ആളാണ് അബ്രഹാം, അല്ലെ? അബ്രഹാമിന് കിട്ടിയ വിളി അതായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വിളി ശ്രവിച്ച ഒരാളാണ് അബ്രഹാം. പിന്നെ മറ്റൊരാളെ കുറിച്ച് നമുക്ക് കാണാം, മോശ. നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? പുറപ്പാട് പഠിച്ചിട്ടുണ്ട്. മോശ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയെ അവിടെ നിന്ന് മോചിപ്പിച്ച് തേനും പാൽ ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ആനയിക്കുവാൻ വിളിക്കപ്പെട്ട ആളായിരുന്നു മോശ. മോശയ്ക്ക് വല്ല കഴിവുണ്ടായിരുന്നോ? മോശ വിക്കനായിരുന്നു, സഭാകമ്പമുള്ള ആളായിരുന്നു. 3-4 പേരെ കണ്ടു കഴിഞ്ഞാൽ മോശയ്ക്ക് നാവ് പൊങ്ങില്ല, പേടിയാ. അങ്ങനെയുള്ള മോശയെ ദൈവം വിളിച്ചു ഒരുക്കി ശക്തനായ ഒരു നേതാവായിട്ട് വളർത്തിയെടുത്തു. പിന്നെ പത്രോസ് ഉണ്ട് നമ്മുടെ, അല്ലെ? പത്രോസ്, മീൻപിടുത്തക്കാരനായ പത്രോസ്. ദൈവം വിളിക്കുന്ന എന്തിനാണ് പത്രോസിനെ? മനുഷ്യനെ പിടിക്കുന്നവനാക്കാൻ, അല്ലെ? മനുഷ്യനെ പിടിക്കുന്നവനാക്കാൻ ഒരുപാട് മനുഷ്യരെ പത്രോസ് പിടിച്ചെടുക്കുകയും ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ. പിന്നെ ബാലനായ ജെറമിയയെ വിളിച്ച എന്തിനായിരുന്നു എന്നറിയാമോ? ലോകത്തിലെ തിന്മ നിറഞ്ഞത് എല്ലാത്തിനെയും ഇടിച്ചു നിരത്തി ദൈവേഷ്ട പ്രകാരം പടുത്തുയർത്തുവാൻ, വീണ്ടും പണിയുന്നതിന് വേണ്ടിയാണ് ബാലനായ ജെറമിയയെ ദൈവം വിളിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന ദൈവവിളി ശ്രവിച്ചവർ. പിന്നെ അല്ലാതെ നമ്മൾ ദൈവവിളി ശ്രവിച്ചവരെ കുറിച്ച് ഒരുപാട് അറിയുന്നുണ്ട്, അല്ലെ? നമ്മളെ മദർ തെരേസയുണ്ട്, മഹാത്മാഗാന്ധി, അങ്ങനെ ഒരുപാട് ദൈവവിളി ശ്രവിച്ച പുണ്യാളന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ അതാണ് ദൈവത്തിന്റെ വിളി ശ്രവിച്ചവർക്കുണ്ടാകുന്ന മാറ്റമാണ് ഞാനിപ്പോൾ ഒന്ന് നിങ്ങളോട് സൂചിപ്പിച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ കുട്ടികളെ, നമ്മുടെ 1-ാം പാഠത്തിന്റെ 1-ാം ഭാഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പുസ്തകം നന്നായിട്ട് വായിക്കണം. പുസ്തകത്തിലാണ് കൂടുതലുള്ളത്. ഞാൻ വളരെ കുറച്ചേ ഞാൻ പഠിപ്പിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എന്റെ പഠിപ്പിക്കൽ രീതി നിങ്ങൾക്ക് അറിയാവുന്നു. അതുകൊണ്ടാണ് പുസ്തകം നന്നായിട്ട് വായിക്കുക. പിന്നെ നോട്ടുകൾ എഴുതരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അത് കൃത്യമായിട്ട് എഴുതി അടുത്ത ക്ലാസ്സിന് മുമ്പ്, അതായത് അടുത്ത ഞായറാഴ്ചത്തെ ഓൺലൈൻ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ അത് കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വിളിച്ച് ചീത്ത പോകും. ഓക്കെ? അപ്പൊ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും നല്ല ഒരു ദിവസം ആസ്വദിക്കുക. സ്കൂളിലെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. വീട്ടിൽ നല്ല കുട്ടികളായിരിക്കുക. എന്നെ ചീത്ത പറയിപ്പിക്കരുത്. ഓക്കെ? എല്ലാവരും നല്ല സന്തോഷവാന്മാരായിട്ടിരിക്കുക. ടാറ്റ.